ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷേക്സ്പിയർ സ്റ്റഡീസ് എന്ന പേപ്പറിലെ ഹാംലെറ്റ് എന്ന പ്ലേ ആണ്. ഹാംലെറ്റ് ദ പ്ലേ വാസ് റിട്ടൺ ബൈ വില്യം ഷേക്സ്പിയർ. ഇറ്റ്സ് എ ലിറ്റിൽ ബിഗ് പ്ലേ. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 5 ആക്ട്. ഓരോ ആക്റ്റും 5 to 7 സീൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ആക്ട് 1. First of all, we can discuss about the characters in the play. The main character is the ghost. Ghost ആയിട്ട് വരുന്ന ഒരു അപ്പിയറൻസ് ആണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. നെക്സ്റ്റ് ഹാംലെറ്റ്. ഹാംലെറ്റ് പ്രിൻസ് ഓഫ് ഡെൻമാർക്ക് ആൻഡ് സൺ ഓഫ് ഡെഡ് കിങ് ഹാംലെറ്റ്. ആൻഡ് ഹാംലെറ്റിൻ്റെ അമ്മയുടെ പേരാണ് ക്യൂൻ ജെർട്യൂഡ്. സോ നെക്സ്റ്റ് ഈസ് ക്യൂൻ ജെർട്യൂഡ്. He is a widow of King Hamlet, but she now married to Claudius. Claudius means brother of late King Hamlet. Next character is Polonius. He is chief counselor or the advisor to King Claudius. Poloniusine രണ്ട് മക്കളാണുള്ളത്, son and a daughter. Son's name is Laertes and daughter is Ophelia. Son Laertes is a brave, passionate and protective of his family, and he wants Ophelia to stay away from Hamlet because he doubts Hamlet's intention. Hamlet has a love affection with Ophelia. അത് ലാർട്ടസ് ഒന്ന് വിലക്കുന്നുണ്ട് ഇടയ്ക്ക് വെച്ചിട്ട്. And when Polonius is killed and Ophelia dies, Laertes becomes extremely angry and wants revenge. ആ സ്റ്റോറിയൊക്കെ നമുക്ക് ഒരു ആക്റ്റിലായിട്ട് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് ഒഫീലിയ. ഒഫീലിയാസ് ഡോട്ടർ ഓഫ് പൊലോണിയസ് ആൻഡ് സിസ്റ്റർ ഓഫ് ലാർട്ടസ്. ഷീ ഈസ് ഓൾസോ ഹാസ് എ ലവ് ഇൻട്രസ്റ്റ് വിത്ത് ഹാംലെറ്റ് ആൻഡ് ഷീ ഈസ് എ ജെൻറ്റിൽ, ഒബീഡിയൻറ്റ് ആൻഡ് ഇന്നസെൻറ്റ് ക്യാരക്ടറാണ്. നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് റെയ്നാൾഡോ. He is a servant to Polonius and a Hamlet has a friend and a confidant named Horatio. And in this play, some courtiers of Danish court, Danish soldiers also there, Oltmand, Rosencrantz, Guildenstern, a gentleman, a lord, etc. And the Danish soldiers are Francisco, Bernardo, Marcellus, and a prince of Norway is also seen in this play named as Fortinbras. These are the main and important characters in this play. Now we can discuss Act 1. It is divided into 5 scenes. Oro scene by scene ആയിട്ടുള്ള summary we can look. Scene 1, അതിൻ്റെ setting നോക്കാം. The scene takes place at night on castle walls of Elsinore in Denmark. കുറച്ച് ഗാർഡ്സ് അവിടെ നിന്ന് വാച്ച് ചെയ്യുന്ന ഒരു സീൻ വെച്ചിട്ടാണ് ഇത് ആദ്യം തുടങ്ങുന്നത്. ബെർണാഡോ, ഫ്രാൻസിസ്കോ, ഡാനിഷ് സോൾജിയേഴ്സ്, 2 ഗാർഡ്സ് ആർ ഓൺ ഡ്യൂട്ടി. മാർസലസ്, another guard, and Hamlet's friend Horatio come to join the watch. The guards tell Horatio that they have seen a ghost during previous night. തലേ ദിവസം അവരൊരു ഗോസ്റ്റ് ഫിഗറിനെ കണ്ടു എന്ന് അഡ്രസ്സ് ചെയ്യാണ്. While they are talking, the ghost appears again. The spirit looks exactly like the dead King Hamlet. മരിച്ചുപോയ കിങ് ഹാംലെറ്റിൻ്റെ സെയിം ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആയിരുന്നു പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് വന്നത് എന്നാണ് അവർ അഡ്രസ്സ് ചെയ്യുന്നത്. ഹൊറേഷ്യോ try to speak to ghost, but it does not answer and disappear. ഹൊറേഷ്യോ കുറച്ച് ധൈര്യം സംഭരിച്ച് ഈ ഗോസ്റ്റിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് വാട്ട് ഹാപ്പൻസ് ഈസ് ഗോസ്റ്റ് ഡസൻറ്റ് റെസ്പോണ്ട് ആൻഡ് സഡൻലി ഡിസപ്പിയേഴ്സ്. ഹൊറേഷ്യോ ബിലീവ്സ് ദിസ് ഗോസ്റ്റി അപ്പിയറൻസ് ഈസ് എ വാർണിംഗ് ഓഫ് ഡേഞ്ചർ ടു ഡെൻമാർക്ക്. അപ്പോൾ ഹൊറേഷ്യോ വിചാരിക്കുന്നത് ഡെൻമാർക്കിന് എന്തോ അപകടം സംഭവിക്കാൻ പോവാണ്, അതിൻ്റെ സൂചന അറിയിക്കാനായി വന്ന എന്തോ ഒരു സ്പിരിറ്റ് പോലെയാണ് ഹൊറേഷ്യോ വിശ്വസിച്ചിരുന്നത്. He tells them that Fortinbras, the Prince of Norway, is preparing to attack Denmark to reclaim lost land. നോർവേക്കാർ എന്തോ ഒരു അറ്റാക്കിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്.
The ghost appears once more but vanishes again without speaking. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്നുകൂടെ വരുന്നുണ്ട്, അവിടെയും ഒന്നും സംസാരിക്കാതെ വീണ്ടും ഡിസപ്പിയർ ആകുകയാണ് ചെയ്യുന്നത്. The guards decide to inform Prince Hamlet because they believe the ghost will speak to him. അങ്ങനെ ഈ ഗാർഡ്സ് എല്ലാവരും കൂടെ വിചാരിക്കുവാണ് കിങ് ഹാംലെറ്റിനോട് ഈ ഒരു ഗോസ്റ്റി ഫിഗറിനെ കുറിച്ച് സംസാരിക്കാമെന്ന്. വൈ? ബിക്കോസ് ആ ഗോസ്റ്റ് ഈ കിങ് ഹാംലെറ്റിനോട് എന്തെങ്കിലും സംസാരിക്കുമെന്ന് ദേ ബിലീവ്സ്, ദാറ്റ്സ് വൈ. അപ്പോൾ ഇതാണ് സീൻ 1 നമുക്ക് കാണാൻ പറ്റുന്നത്. ദ ഫസ്റ്റ് അപ്പിയറൻസ് ഓഫ് ദി ഗോസ്റ്റ്. ദി അറ്റ്മോസ്ഫിയർ ഈസ് ഡാർക്ക്, ഫിയർഫുൾ, and we can learn about the political danger from Norway, and Horatio will tell Hamlet about the ghost. ഇതാണ് first scene, Act 1, first scene. Next, scene 2. The setting is a hall in royal court of Denmark. ഇതിൽ വരുന്ന events. King Claudius addresses the court. He announces that he has married Queen Gertrude, his brother's widow, shortly after King Hamlet's death. അപ്പോൾ സീൻ 2 നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ക്ലോഡിയസ് അനൗൺസ് ചെയ്യാണ് അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ വൈഫായ ജെർട്രൂഡിനെ മാരി ചെയ്തു. ആൻഡ് ഹി ടോക്സ് അബൌട്ട് ദി പൊളിറ്റിക്കൽ മാറ്റേഴ്സ് ആൻഡ് ക്ലോഡിയസ് സെൻസ് വോൾട്ടിമാൻ ടു നോർവേ ടു സ്റ്റോപ്പ് ഫോർച്യൂൺ ബാസ്. ആൻഡ് ലേറ്റസ്റ്റ് he requests permission to return to France, and Claudius allows it. Polonius also give approval to his son to come back to France. And there Hamlet is introduced. He is still grieving for his father and wearing black clothes. ഇപ്പോഴും അച്ഛൻ മരിച്ചതിൽ അതീവ ദുഃഖിതനാണ് ഹാംലെറ്റ്, and he always mourn for it and wear black clothes. And in that moment, Claudius tells Hamlet that all fathers die and asks him to stop mourning. Claudius and Gertrude ask Hamlet to stay in Denmark instead of going back to Wittenberg. വിറ്റൻബർഗ് യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിച്ചു പോകാതെ ഡെൻമാർക്കിൽ തന്നെ സ്റ്റേ ചെയ്യൂ എന്ന് ക്ലോഡിയസും ഹാംലെറ്റിൻ്റെ അമ്മയായ ജെർട്രൂഡും പറയാണ്. ആൻഡ് ഹാംലെറ്റ് അഗ്രീസ് ഇറ്റ്. ആഫ്റ്റർ ദി കോർട്ട് എക്സിസ്റ്റ്, Hamlet is left alone and speaks his first soliloquy. In this play, soliloquy has a major role, an important role. അപ്പോൾ ആ കോർട്ട് ഡിസ്പേഴ്സ് ആയതിനു ശേഷം ഹാംലെറ്റ് അവിടെ നിന്ന് ഒരു സോളിലോക്കി പറയുകയാണ്. ഹി സേസ് ഈസ് ഡീപ്ലി സാഡ് ആൻഡ് വിഷസ് ലൈഫ് ഡസൻറ്റ് ഫീൽ സോ പെയിൻഫുൾ. ആ ഒരു അച്ഛൻ മരിച്ച ആ വിഷമത്തിലൊക്കെ അതീവ ദുഃഖിതനായി നിൽക്കുവാണ്. ആൻഡ് ഹി ക്രിട്ടിസൈസസ് ഹിസ് മദർ ഫോർ മാരിയിങ് ക്ലോഡിയസ് സോ ക്വിക്ക്ലി. 2 മാസം, അച്ഛൻ മരിച്ച് 2 മാസം കഴിഞ്ഞ ഉടനെ തന്നെ അമ്മ ക്ലോഡിയസിനെ മാരി ചെയ്തു. ഫ്രെയിലിറ്റി ദൈ നെയിം ഇസ് വിമൻ എന്നാണ് മദറിനെ അഡ്രസ്സ് ചെയ്യുന്നത് ഹാംലെറ്റ്. ആൻഡ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദി ഫസ്റ്റ് സോളിലോക്കി. വാട്ട് ഈസ് എ സോളിലോക്കി? എ സോളിലോക്കി ഈസ് എ സ്പീച്ച് where a character speaks alone, directly revealing their inner thoughts and emotions to the audience. സോളിലോക്കി എന്ന് പറഞ്ഞാൽ ഒരു സ്പീച്ചാണ്. അത് ആ ഒരു ക്യാരക്ടർ ഒറ്റയ്ക്ക് നിന്ന് അവരുടെ ഇന്നർ ഫീലിങ്സ് അല്ലെങ്കിൽ തോട്ട്സ്, ഇമോഷൻസ് ഡയറക്റ്റ്ലി ഓഡിയൻസിന് പറഞ്ഞു തരുന്ന ആ ഒരു രീതി, ആ ഒരു സ്പീച്ചിനെയാണ് നമ്മൾ സോളിലോക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ ഒരു സോളിലോക്കി, ഫേസ്റ്റ്ലി അഡ്രസ്സ് ചെയ്യുന്ന സോളിലോക്കി എന്താണെന്ന് നോക്കാം. ഹാംലെറ്റ് വിഷസ് ലൈഫ് വുഡ് എൻഡ് പീസ്ഫുള്ളി. ഹാംലെറ്റ് ഈസ് ഇൻ ഡീപ് ഗ്രീഫ് and wishes that his solid flesh would melt away, meaning he wants his sadness to disappear or wishes he could die. അപ്പോൾ സൂയിസൈഡിനൊക്കെ ഒരു അറ്റംപ്റ്റ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ദസ് ഹി റിയലൈസസ് ദാറ്റ് സൂയിസൈഡ് ഈസ് എ സിൻ, സോ ഹി കാൺട്ട് ആക്ട് ഓൺ ദീസ് തോട്ട്സ്. ആൻഡ് ഹി ഫീൽസ് ദ വേൾഡ് ഈസ് കറപ്റ്റ് ആൻഡ് ഡിസപ്പോയിൻറ്റിങ്. അതിലൂടെ വേൾഡിനെ കുറച്ച് വേർഡ്സ് കൊണ്ട് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. വെറി, സ്റ്റെയിൽ, ഫ്ലാറ്റ് ആൻഡ് അൺപ്രോഫിറ്റബിൾ, മീനിങ് നത്തിങ് ബ്രിങ്സ് ഹിം ജോയ്. He sees life as meaningless after his father's death. അച്ഛൻ്റെ മരണത്തിന് ശേഷം ലൈഫ് ഒരു മീനിങ്ലെസ് എന്നാണ് ഹാംലെറ്റ് പറയുന്നത്. And Hamlet says his father was an excellent king, noble, loving and strong. He compares his father to a god-like figure.
ആൻഡ് ഹി ക്രിട്ടിസൈസസ് ഹിസ് മദേഴ്സ് ക്വിക്ക് റീമാരേജ്. അച്ഛൻ മരിച്ച് 2 മാസം കഴിഞ്ഞതും ബ്രദറിനെ കല്യാണം കഴിച്ചു, അതിനെയും പറയുന്നുണ്ട്. ആൻഡ് ഹി മെൻഷൻ എ സെൻറ്റൻസ്, ഫ്രെയിലിറ്റി thy name is women. Hamlet says this famous line to express his disappointment in his mother. To him, her weakness and speech of remarriage show moral frailty, and he is disguised with Claudius. And Hamlet feels completely alone after his father's death. He can't say any of his feelings. That's why he openly says in the court. This soliloquy shows how isolated, betrayed, or emotionally crushed he feels. എത്രത്തോളം വിഷമമുണ്ട് ആ ഒരു അച്ഛൻ്റെ മരണം, അതിന് ശേഷം ഉണ്ടായിരുന്ന ആ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഡീപ്നെസ്, അതൊക്കെയാണ് ഇതിലൂടെ അഡ്രസ്സ് ചെയ്യുന്നത്. ഇറ്റ് റിവീൽസ് ഹാംലെറ്റ്സ് ഇന്നർ ഇമോഷണൽ വേൾഡ്, ഷോസ് ദ ബിഗിനിങ് ഓഫ് ഹിസ് ഡിപ്രഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്, and helps us to understand why Hamlet struggles throughout the play, and it sets the tone of sadness, betrayal and corruption in Denmark. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സീൻ 2-ൽ കാണാൻ പറ്റുന്നത്. ആ ഒരു കോർട്ടിൽ നടക്കുന്ന കാര്യം, ക്ലോഡിയസ് റീമാരേജിനെ കുറിച്ച് അനൗൺസ് ചെയ്യുന്നുണ്ട്, ഹാംലെറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അമ്മ വേറെ കല്യാണം കഴിച്ചതിൽ ആ ഒരു ദുഃഖം അറിയിക്കുന്നു. സോളിലോക്കി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ഫസ്റ്റ് സോളിലോക്കിയാണ്. ഹാംലെറ്റ് എക്സ്പ്രസസ് ഡീപ്പ് സാഡ്നെസ് ഇൻ ഹിസ് ഫസ്റ്റ് സോളിലോക്കി. നെക്സ്റ്റ് സീൻ 3. ദിസ് സീൻ ടേക്സ് പ്ലേസ് ഇൻ പൊലോണിയസ് ഹൗസ്. ലാർട്ടസ് ഈസ് പ്രിപ്പയറിംഗ് ടു ലീവ് ഫോർ ഫ്രാൻസിലേക്ക് പോകാനായിട്ടൊരു ഇത് നടത്തുന്നു. ഒഫീലിയ ആൻഡ് പൊലോണസ് ആർ വിത്ത് ഹിം. Laertes give Ophelia some advices. He warns her about Hamlet's love. Tell her that Hamlet's love may not be permanent. Ask her to protect her honor and not trust Hamlet promises. വോൺ ചെയ്യുന്നുണ്ട് ആ ഒരു ഹാംലെറ്റിന് ഒഫീലിയോടുള്ള ഒരു ഇഷ്ടത്തെ അദ്ദേഹം സഹോദരനായ ലാർട്ടസ് വോൺ ചെയ്യുന്നുണ്ട്. വൈ? ബിക്കോസ് ഇവർ ഹാംലെറ്റ് ഈസ് എ കിങ്, റൈറ്റ്? ഇവരതിലും കുറച്ച് താഴ്ന്നു നിൽക്കുന്നവരാണ്. സോ ആ ഒരു കമ്പാരിസൺ അവിടെ നടത്തുന്നുണ്ട്. ഹാംലെറ്റിൻ്റെയൊക്കെ ഫേക്ക് പ്രോമിസസ് ആണ്, അതൊന്നും വിശ്വസിക്കരുത് എന്ന് ഒക്കെ ഒരു പീസ് ഓഫ് അഡ്വൈസ് കൊടുത്തിട്ടാണ് പോകുന്നത്. ആൻഡ് ഷീ റെസ്പോൺസ് പൊലൈറ്റ്ലി. പൊലോണസ് എൻറ്റേഴ്സ് ആൻഡ് ഗീവ് ഫാദർലി അഡ്വൈസ് ടു ലാർട്ടസ് ബിഫോർ ഹി ലീവ്സ്. പൊലോണസും ലാർട്ടസിന് കുറച്ച് അഡ്വൈസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ആ ഒരു അഡ്വൈസസ് എന്താണെന്ന് നോക്കാം. തിങ്ക് കെയർഫുള്ളി ബിഫോർ സ്പീക്കിംഗ്. Be friendly but too not familiar. Avoid quarrels, but if you get into one, be strong. Listen more than you speak. Dress well but not showy. Don't borrow or lend money. Be true to yourself. ഇതാണ് അച്ഛൻ മകന് കൊടുക്കുന്ന പീസ് ഓഫ് അഡ്വൈസസ്. ആദ്യം നമ്മൾ കണ്ടത് ബ്രദർ സിസ്റ്ററിന് കൊടുക്കുന്ന അഡ്വൈസസ് ആയിരുന്നു അബൌട്ട് ഹാംലെറ്റ്സ് ലവ്. നെക്സ്റ്റ് പൊലോണിയസ് ദെൻ ക്വസ്റ്റ്യൻ ഒഫീലിയ അബൌട്ട് ഹാംലെറ്റ്. ഹാംലെറ്റിനെ കുറിച്ച് പൊലോണിയസും ഒഫീലിയ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഹി ഓൾസോ ആസ്ക്സ് ഹർ അബൌട്ട് ദ റിലേഷൻഷിപ്പ് വിത്ത് ഹാംലെറ്റ് ആൻഡ് പൊലോണിയസ് ഓർഡർ ഒഫീലിയ ടു സ്റ്റേ അവേ ഫ്രം ഹാംലെറ്റ്. അവിടെയും പറയുന്നുണ്ട് ഹാംലെറ്റിൻ്റെ പ്രോമിസസൊക്കെ ട്രസ്റ്റ് വർത്തി അല്ല. ആസ് എ യങ് ഗേൾ ഹി മസ്റ്റ് നോട്ട് ടോക്ക് ടു ഹിം ഓർ അക്സെപ്റ്റ് ഹിസ് വിസിറ്റ്. കാണുന്നതോ സംസാരിക്കുന്നതോ ഒക്കെ തെറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട്. Ophelia blindly trusted his father and obeys the advices from his father. From this part, we can see a parental control, young love, obedience versus freedom, appearance versus reality. ഈ തീംസ് ഒക്കെയാണ് സീൻ 3-ൽ കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് സീൻ 4. The scene opens on castle battlement at night. Hamlet, Horatio, Marcellus stand on cold platform where the ghosts are previously appeared. മുന്നേ ഗോസ്റ്റിനെ കണ്ട ആ സ്ഥലത്ത് ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്. They waited for ghost to appear. വീണ്ടും ഗോസ്റ്റ് വരും. ആ ഒരു അപ്പിയറൻസ് കാത്തിങ്ങനെ നിൽക്കുവാണ്. Inside the palace, King Claudius is celebrating. Trumpets and cannon shots are heard as Claudius drinks and celebrate. ഒരു സെലിബ്രേഷൻ, ആ ഒരു ഡാനിഷ് ട്രഡീഷൻ
to drinking, not for a specific occasion. ഒരു ഒക്കേഷൻ കാണിക്കാനൊന്നുമല്ല, ആ ഒരു ഡാനിഷ് ട്രഡീഷനെ കാണിക്കുന്ന ഒരു സെലിബ്രേഷൻ. This loud partying disturbs Hamlet. Hamlet criticizes this Danish custom of heavy drinking and wild celebration. അവരുടെ ഒരു സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഒരു ഡ്രിങ്കിങ്ങിലൂടെയും ഹെവി ആയിട്ടുള്ള സെലിബ്രേഷൻസിലൂടെ. അത് ഹാംലെറ്റ് ഓൺ ചെയ്യുന്നുണ്ട്. ഹാംലെറ്റ് റിഫ്ലെക്ട്സ് ഓൺ റെപ്യൂട്ടേഷൻ ആൻഡ് ഹ്യൂമൻ വീക്ക്നെസ്. Even a small defect in person, whether inherited or from habit, can overshadow all their good qualities. People often judge someone based on one weakness. He says this drinking tradition make other countries mock Denmark. Okay. അപ്പോൾ ആ ഒരു ഇതാണ് ഇതിൽ പറയുന്നത്. Then next moment also the ghost again appeared. The ghost of Hamlet's father appeared again. The ghost doesn't speak but gestures for Hamlet to come alone. ഒന്നും സംസാരിച്ചില്ല, ബട്ട് ഒറ്റയ്ക്ക് ഹാംലെറ്റിനോട് എന്തോ സംസാരിക്കണം എന്നൊരു ഇത് അവിടെ ഒരു ജസ്റ്റേഴ്സിലൂടെ കാണിച്ചു. ബട്ട് Horatio and Marcellus warn Hamlet. They fear the ghost may be evil or dangerous. They warn, but Hamlet went into the darkness to speak to the ghost. He follows the ghost into the darkness. Next, the last part, scene 5. The ghost finally speaks to Hamlet in private. എന്നിട്ട് ആ ഒരു ഹാംലെറ്റ്സ് ഫാദർ tells that King Claudius murdered him by pouring poison into his ear. സീൻ 5-ലാണത് റിയലൈസ് ചെയ്യുന്നത്. ഫാദറിൻ്റെ മരണം ഒരു മർഡർ ആയിരുന്നു, ഒരു നാച്ചുറൽ ഡെത്ത് അല്ല എന്ന് റിയലൈസ് ചെയ്യുന്നത് അപ്പോഴാണ്. The ghost reveals its identity. Ghost tells Hamlet that I am thy father's spirit. Now the shocking truth about the murder. Ghost tells Hamlet that his death was not natural. Claudius murdered him. Poison was poured into his ear while he was sleeping in the orchard. അങ്ങനെ കൊന്നതാണ് എന്നാണ് പറയുന്നത്. The father calls the murder foul and most unnatural. Next, the accusation against Claudius. Claudius is described as a serpent, symbol of betrayal, adulterous because he married Gertrude, corrupt and cunning. Next, the ghost demands revenge, but with 2 conditions. The conditions are: punish Claudius for his crime, and do not harm Queen Gertrude, and leave her to heaven and her own. ഇപ്പോൾ 2 കണ്ടീഷൻസ് വെച്ചുകൊണ്ട് റിവെഞ്ച് ചെയ്യാനാണ് പറയുന്നത്. ക്ലോഡിയസിനെ പണിഷ് ചെയ്യുക ആൻഡ് ഡിൻ ഡു എനിത്തിങ് അഗൈൻസ്റ്റ് ക്യൂൻ ജർട്യൂഡ്. നെക്സ്റ്റ്, ഹാംലെറ്റ്സ് റിയാക്ഷൻ ഈസ് Hamlet is deeply shocked and emotional, and he says he will wipe away all other thoughts and keep only ghost command. ബാക്കിയുള്ള ചിന്തകളൊക്കെ മാറ്റുന്നു, ഗോസ്റ്റ് പറഞ്ഞ ഈ കമൻറ്റ് മാത്രം. എന്താണ്? ക്ലോഡിയസിനെ പണിഷ് ചെയ്യുക, അമ്മയെ വെറുതെ വിടുക. ഓക്കെ, ആൻഡ് ഹി ബിഗിൻസ് ടു ആക്ട് സ്ട്രേഞ്ച്ലി, പ്ലാനിങ് ടു പുട്ട് ഓൺ ആൻ ആറ്റിക് ഡിസ്പൊസിഷൻ. ഒരു പുതിയൊരു ക്യാരക്ടർ നെയിം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഹാംലെറ്റ്, ആറ്റിക് ഡിസ്പൊസിഷൻ. അപ്പോൾ മാഡായിട്ട് അഭിനയിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഹൊറേഷ്യോയ്ക്കും മാർസലസിനും ഈ കാര്യങ്ങളൊക്കെ അറിയാം. ആൻഡ് ഹീ ടെൽസ് ടു ഹിം ദാറ്റ് they find Hamlet excited and disturbed, and Hamlet says, never reveal what they saw. Keep the strange further of the future behavior as a secret എന്ന് പറയാണ്. And Hamlet accepts the heavy responsibility of revenge. ഇതാണ് സീൻ 5-ൽ. And in scene 5 we can see the second soliloquy as Hamlet reacts emotionally to the ghost revelation. He has just learned from Ghost that Claudius murdered his father, and he says he will erase all previous thoughts from his mind and keep only Ghost command. And he says, I will forget everything else and focus only on
on my father's command. And Hamlet calls Claudius as a villain. Why? Because Hamlet is full of anger and disgust when he realizes the truth about Claudius. And he understands that revenge will change his life completely. Thus, the scene 5 of Act 1 ends. ഇതാണ് ആക്ട് 1നെ കുറിച്ചുള്ള ഷോർട്ട് സമ്മറി പോയിൻറ്റ്സ്. റിമൈനിങ് ആക്ട് വൈസ് സമ്മറി I will post in the later videos. Thank you.